ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഐ ആം എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ലാറ്റിൻ അമേരിക്കയിൽ അദ്ദേഹം എങ്ങനെയാണ് ഇടതുപക്ഷത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നതെന്നും ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ കത്തോലിക്ക സഭയുടെ പതാകയാണ് കവർന്നെടുത്തത്, കാരണം ക്രിസ്തുവിൻ്റെ പതാകയാണ് കവർന്നെടുത്തത്, അത് ദരിദ്രരുടെ പതാകയായിരുന്നു. ആ പതാകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഏന്തുന്നത്, ദരിദ്രർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ നിലകൊള്ളുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൗതുകകരമായ ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ടീച്ചർ അവരൊരു മാർക്സിസ്റ്റായിരുന്നു, ആക്ടിവിസ്റ്റായിരുന്നു. പല ഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹം പുരോഹിതനായി എല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം വിളിച്ച് കാണണമെന്ന് പറഞ്ഞ് ചെന്ന അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും പരിശോധനകൾ ഉണ്ടാകാം, ഈ പുസ്തകങ്ങൾ, മാർക്സിസത്തിൻ്റെ പുസ്തകങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ആ പുസ്തകങ്ങൾ തൻ്റെ വാനിലിട്ട് കൊണ്ടുപോയ കാര്യം ഉൾപ്പെടെ ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എക്കാലത്തും ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാവണ്ണം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാത്രമല്ല, സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വം, ഉജ്ജ്വലമായ മാർപ്പാപ്പ എന്ന നിലയിൽ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റേത്.